ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റലാണ്. അത് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനിലെ ഫസ്റ്റ് മെത്തേഡാണ്. ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റലാണ്. അപ്പോൾ നെയിമിൽ തന്നെ ഉണ്ട് എന്താ, നമ്മൾ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഷെയർ ക്യാപിറ്റൽ നമ്മൾ റെഡ്യൂസ് ചെയ്യാണ് ടു ദ എക്സ്റ്റെൻറ്റ് വി നീഡ് ഇറ്റ്. നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയായിട്ട് നമ്മൾ നമ്മളുടെ ഷെയർ ക്യാപിറ്റലിനെ, നമ്മൾ റേസ് ചെയ്തിരിക്കുന്ന ഷെയർ ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. So, capital reduction is the repayment or writing down of a company's different classes of capital due to large accumulated losses or excess capital. ഇപ്പോൾ നമ്മളുടെ ക്യാപിറ്റൽ എക്സസ് ആയിട്ട് വരുന്ന സമയത്ത്, നമ്മളുടെ ഷെയർ ക്യാപിറ്റൽ നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതലാവുന്ന സിറ്റുവേഷൻസിൽ സർപ്ലസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ എക്സസ് ക്യാപിറ്റൽ എന്ന് പറയും. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോ അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ലോസസ് കൂടുന്ന സിറ്റുവേഷൻസിൽ, ഈ രണ്ട് സിറ്റുവേഷൻസിലാണ് നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇനി ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഐദർ വി യൂസ് റീപേയ്മെൻറ്റ് ഓർ റൈറ്റിംഗ് ഡൗൺ ഓഫ് എ കമ്പനീസ് ക്യാപിറ്റൽ. ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഷെയർ ഹോൾഡേഴ്സിന് നമ്മളുടെ അവർ പേ ചെയ്തിരിക്കുന്ന എമൗണ്ട് റീപേ ചെയ്യും. അതർവൈസ് നമ്മൾ എന്ത് ചെയ്യും, കമ്പനീസിൻ്റെ ഷെയർ ക്യാപിറ്റൽ റൈറ്റ് ഡൗൺ ചെയ്യും. അതായത് നമ്മൾ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക. നമുക്ക് നോക്കാം. ഇങ്ങനെ രണ്ട് മെത്തേഡായിട്ടാണ് നമ്മൾ ഈ ഒരു റിഡക്ഷൻ നടത്തുന്നത്. ഇനി ഇങ്ങനെ ഒരു ക്യാപിറ്റൽ റിഡക്ഷൻ നടത്തുക എന്നുള്ളത് നമ്മളുടെ കോർട്ട് പെർമിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്യാപിറ്റൽ റിഡക്ഷൻ നടത്താൻ കഴിയുള്ളൂ. കാരണം നമ്മളുടെ ആർട്ടിക്കിൾസിലും മെമ്മോറാണ്ടം അസോസിയേഷനിൽ ക്യാപിറ്റൽ ക്ലോസിലൊക്കെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന എമൗണ്ട് ഓഫ് ക്യാപിറ്റലാണ് നമ്മൾ റേസ് ചെയ്യുന്നത്. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ നമ്മളുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അങ്ങനെ ഒരു ക്ലോസ് ഉണ്ടാകണം. മെമ്മോറാണ്ടത്തിലൊരു ക്ലോസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്യാപിറ്റൽ റിഡക്ഷൻ ചെയ്യാൻ കഴിയുള്ളൂ. ഇനി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾട്ടറേഷൻ്റെ സ്റ്റെപ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ നമ്മളൊരു ജനറൽ മീറ്റിങ്ങിൽ ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്യണം എന്നുള്ളത്. അതുപോലെ ഈ ഒരു ക്യാപിറ്റൽ റിഡക്ഷൻ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്ന സമയത്തും ഒരു ജനറൽ മീറ്റിങ്ങിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ക്യാപിറ്റൽ റിഡക്ഷൻ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. അറ്റ് ദ സെയിം ടൈം നമുക്കൊരു കോർട്ട് എന്ത് ചെയ്തിരിക്കണം, ഈ ഒരു ക്യാപിറ്റൽ റിഡക്ഷൻ ഈസ് നെസസറി എന്നുള്ളത് കോർട്ട് കൂടെ കൺഫേം ചെയ്തിരിക്കണം. ഓക്കെ, അപ്പം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഈ ക്യാപിറ്റൽ റിഡക്ഷൻ നടത്തുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ ക്യാപിറ്റൽ റിഡക്ഷൻ നടത്തുന്നതിന് 3 മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് 3 ടൈപ്സിൽ നമുക്ക് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബൈ റെഡ്യൂസിങ് ദ ലയബിലിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഫോർ അൺകോൾഡ് ക്യാപിറ്റൽ. അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കോൾ ചെയ്യാത്ത പാർട്ട്. അപ്പോൾ അത് നമ്മളെങ്ങനെയാണ്, ഇപ്പോൾ ചില ഷെയർസ് എന്ന് പറയുന്നത് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ആയിരിക്കും. നമ്മൾ ഒരു കണ്ടിൻജൻസി വരുന്ന സമയത്ത് ഫുള്ളി പെയ്ഡപ്പ് ആക്കാം എന്നുള്ള ഒരു എയിമിൽ നമ്മൾ ചില ഷെയർസ് എന്തായിരിക്കും, പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ആയിട്ടായിരിക്കും കീപ്പ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ആവുന്ന സമയത്ത് ഷെയർ ഹോൾഡേഴ്സിന് ഒരു അഡീഷണൽ ലയബിലിറ്റി ആണ് എന്ത്, ഈ ഒരു പാർട്ട്ലി പെയ്ഡ് ഷെയർസിൻ്റെ ബാക്കി പോർഷൻ അൺകോൾഡ് ക്യാപിറ്റൽ പേ ചെയ്യുക എന്നുള്ളത് ഷെയർ ഹോൾഡേഴ്സിന് വരുന്ന ലയബിലിറ്റിയാണ്. എപ്പോഴാണോ കമ്പനി കോൾ വിളിക്കുന്നത് ആ ഒരു സമയത്ത് അവർ അഡീഷണൽ എമൗണ്ട്, ബാക്കി അൺകോൾഡ് ചെയ്യുന്ന എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എത്ര എമൗണ്ട് ആണോ അൺകോൾഡ് ആയിട്ട് കിടക്കുന്നത് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് പേ ചെയ്യാത്തത്, അത്ര എമൗണ്ട് എന്ത് ചെയ്യും, കമ്പനി റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അൺകോൾ ചെയ്യും. ആ സമയത്ത് എന്താകും, കംപ്ലീറ്റ് ഷെയർസ്, ഇപ്പോൾ പാർട്ട്ലി പെയ്ഡ് ഷെയർസായി കിടക്കുന്ന ഷെയർസ് മൊത്തം ഫുള്ളി പെയ്ഡ് ഷെയർസായിട്ട് മാറും. ദർ ഇസ് നോ ലയബിലിറ്റി. ഇപ്പോൾ പാർട്ട്ലി പെയ്ഡ് ഷെയർ ഹോൾഡേഴ്സ് മൊത്തം കമ്പനിയുടെ ഫുള്ളി പെയ്ഡ് ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട എൻട്രി എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഇവിടെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് ഷെയർ ക്യാപിറ്റൽ, കഴിഞ്ഞ ഓൾട്ടറേഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഓൾഡ് ഷെയർ ക്യാപിറ്റൽ എത്രയുണ്ടോ അത് നമ്മൾ ഡെബിറ്റ് ചെയ്യും. ആൻഡ് ന്യൂ ഷെയർ ക്യാപിറ്റൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു 10 രൂപ വരുന്ന ഷെയർസ് ആണെങ്കിൽ
അതിൽ 7 rupees പേ ചെയ്തു, and 3 ഇസ് യെറ്റ് ടു ബി കോൾഡ് അല്ലെങ്കിൽ അൺകോൾഡ് ആണെന്ന് വയ്ക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 10 ഫേസ് വാല്യൂ ഉള്ള ഷെയർസിനെ 7 ഫേസ് വാല്യൂ ഉള്ള 7 ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ബാക്കി 3 വരുന്ന പാർട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അൺകോൾ ചെയ്യും. സോ പിന്നെ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് 7 rupees ഫുള്ളി പെയ്ഡ് ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബൈ പേയിങ് ഓഫ് ദ സർപ്ലസ് ക്യാപിറ്റലാണ്. സർപ്ലസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ എക്സസ് ക്യാപിറ്റൽ എന്ന് പറയും. അതായത് നമ്മളുടെ കമ്പനി ചില കേസിൽ എന്തുണ്ടാകും, നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ക്യാപിറ്റൽ റേസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു എക്സസ് ക്യാപിറ്റൽ എന്ത് ചെയ്യും? റേസ് ചെയ്തിരിക്കുന്ന എക്സസ് ക്യാപിറ്റൽ തിരിച്ച് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ പേ ചെയ്യുന്ന മെത്തേഡാണ് സെക്കൻഡ് മെത്തേഡ്, റിട്ടേണിംഗ് ദ എക്സസ് ക്യാപിറ്റൽ ഓർ റിട്ടേണിംഗ് ദ സർപ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എൻട്രി എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. എത്രയാണോ നമ്മൾ എമൗണ്ട് പേ ചെയ്യുന്നത്, എക്സസ് ക്യാപിറ്റൽ എത്രയാണോ ആ ഒരു എമൗണ്ട് നമ്മൾ പേ ചെയ്യണം. ആൻഡ് സെക്കൻഡ് എൻട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക്, അതായത് പേ ചെയ്യുന്ന എൻട്രി. ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് എത്രയാണ് അവർക്ക് കൊടുക്കാനുള്ളത്, ഡ്യൂ ആവുന്ന എമൗണ്ട് എത്രയാണെന്നുള്ളതാണ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. ദെൻ പേ ചെയ്യുമ്പോൾ വരുന്ന എൻട്രിയാണ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് എന്ന് പറയുന്നത്. ഈ 2 എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സർപ്ലസ് ക്യാപിറ്റൽ പേ ഓഫ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് അല്ലേ. നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് തിരിച്ച് കൊടുക്കുകയാണ്. സോ ബാങ്ക് അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ലയബിലിറ്റി അല്ലെങ്കിൽ ഓണേഴ്സ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാണ്, അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക്, അതാണ് നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത്. ഇനി തേർഡ് മെത്തേഡാണ് കുറച്ചുകൂടെ ലെങ്തി ഉള്ളത്. ദാറ്റ് ഈസ് ബൈ റെഡ്യൂസിങ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വിച്ച് ഇസ് നോട്ട് റെപ്രസെൻറ്റഡ് ബൈ അവൈലബിൾ അസെറ്റ്സ്. തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞതുപോലെ നമ്മൾ അക്യുമുലേറ്റഡ് ലോസസ് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് അസെറ്റ്സ് ബാലൻസ് ഷീറ്റിൽ കൂടുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മോസ്റ്റ് കോമൺലി ഈ ഒരു ക്യാപിറ്റൽ റിഡക്ഷൻ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത് ഈ ഒരു അക്യുമുലേറ്റഡ് ലോസസ് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് അസെറ്റ്സ് കൂടുന്ന സമയത്തൊക്കെയാണ് കമ്പനി ഗോ ഫോർ ക്യാപിറ്റൽ റിഡക്ഷൻ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അവിടെ നടക്കുന്നത് എന്താണ്, നമ്മുടെ ഈ ഒരു ഫിക്റ്റീഷ്യസ് അസെറ്റ്സ് ആണെന്നുണ്ടെങ്കിലും അക്യുമുലേറ്റഡ് ലോസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഫിക്റ്റീഷ്യസ് അസെറ്റ്സ് എന്ന് പറയുമ്പം നമ്മളുടെ പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ്, ഇതൊക്കെയാണ് ഫിക്റ്റീഷ്യസ് അസെറ്റ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെയും കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൻ്റെ അസെറ്റ് സൈഡാണ് കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ കമ്പനി കണ്ടിന്യൂസ്ലി ഈ ഒരു അക്യുമുലേറ്റഡ് ലോസാണ് ഇൻകർ ചെയ്യുന്നതെങ്കിൽ കമ്പനീൻ്റെ ഗുഡ് വില്ലിനൊക്കെ അത് എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. കമ്പനി എന്താണ് ചെയ്യുന്നത്, ലോസ് ഇൻകർ ചെയ്യുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുഡ് വില്ലാണെന്നുണ്ടെങ്കിലും കമ്പനിക്ക് മാർക്കറ്റ് വാല്യൂ ആണെന്നുണ്ടെങ്കിലും ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള എമൗണ്ട് കയ്യിലില്ലാത്ത സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ ഫിക്സ്ഡ് അസെറ്റ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്രിസിയേഷൻ പോലും ചില കേസിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റാതെ വരും. ഈ ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷനിൽ കമ്പനിയുടെ അസെറ്റ്സിന് വരുന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ കമ്പനിയുടെ റിയൽ വാല്യൂ ആയിരിക്കില്ല അസെറ്റ്സിൽ ഷോ ചെയ്യുന്നത്. അതായത് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്താൽ നാച്ചുറലി അസെറ്റ്സിൻ്റെ വാല്യൂ കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനിക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാനുള്ള എമൗണ്ട് അവരുടെ കയ്യിലില്ലെങ്കിൽ അസെറ്റ്സിൻ്റെ വാല്യൂ കൂടിയിട്ട് തന്നെ കാണിക്കും. ഈവൻ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടെ ബാലൻസ് ഷീറ്റിൽ അസെറ്റ്സ് ഓവർ വാല്യൂ ആയിട്ടാണ് കാണിക്കുന്നത്, ഓവർ വാല്യൂഡ് അസെറ്റ്സ് ആയിട്ടായിരിക്കും ഷോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കമ്പനിയുടെ ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യും, കമ്പനിയുടെ പ്രസ്റ്റീജിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി കമ്പനി അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്യാപിറ്റൽ റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ കമ്പനി ചെയ്യുന്നത് ഒരു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ ചില ടെക്സ്റ്റിൽ റീകൺസ്ട്രക്ഷൻ അക്കൗണ്ട് എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം
കമ്പനി എന്ത് ചെയ്യും, കമ്പനിയുടെ ഈ കഴിഞ്ഞ 2 മെത്തേഡിൽ പറഞ്ഞതുപോലെ റെഡ്യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ, അതായത് എക്സസ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. അതുപോലെ എക്സസ് ആയിട്ട് കിടക്കുന്ന ക്യാപിറ്റൽ എത്രയാണോ അത് ഈ ഒരു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ആൻഡ് ഈ ഒരു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് കമ്പനിക്ക് എന്ത് ചെയ്യാം, അവരുടെ ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യാനുണ്ടെങ്കിൽ ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യാം, അക്യുമുലേറ്റഡ് ലോസസ് ഉണ്ടെങ്കിൽ അത് പേ ഓഫ് ചെയ്യാം. അങ്ങനെ എന്ത് പർപ്പസിനാണോ വേണ്ടത് അതിന് നമുക്ക് ഈ ഒരു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് ഓർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ കമ്പനിയുടെ അക്യുമുലേറ്റഡ് ലോസസ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിനും ഡിപ്രിസിയേഷൻ റൈറ്റ് ഓഫ് ചെയ്യുന്നതിനും ഒക്കെ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് തേർഡ് വൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ജേണൽ എൻട്രീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഫോർ റെഡ്യൂസിങ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ബൈ ചേഞ്ചിങ് ഇറ്റ്സ് ഫേസ് വാല്യൂ. നമുക്ക് ഒന്നാമത് അഡോപ്റ്റ് ചെയ്യാവുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്യാം, നമുക്ക് ഫേസ് വാല്യൂ ചേഞ്ച് ചെയ്യാം. നേരത്തെ ഫസ്റ്റ് കേസിൽ പറഞ്ഞതുപോലെ ഒരു 10 റുപ്പി ഫേസ് വാല്യൂ വരുന്ന ഷെയർസിനെ നമുക്ക് എന്തായിട്ട് മാറ്റാം, 7 റുപ്പി ആക്കുന്ന ഫുള്ളി പെയ്ഡ് ഷെയർസായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ബാക്കി വരുന്ന 3, അതായത് 1 ഷെയറിന് 3 റുപ്പി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്, ഫേസ് വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ട് ഈ ഒരു ഡിഫറൻസ് എമൗണ്ട് നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 100 ഷെയർസ് 10 റുപ്പി വെച്ച് നമ്മളുടെ കയ്യിലുണ്ട്. അതിനെ നമ്മൾ എന്താക്കി മാറ്റുക, 100 ഷെയർസ് വർത്ത് 7 റുപ്പി ആയിട്ട് കൺവേർട്ട് ചെയ്യുക, 7 ഫുള്ളി പെയ്ഡ് ഷെയർസായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്ന് വയ്ക്കുക. അപ്പോൾ ബാക്കി 100 ഷെയർസ് വർത്ത് 3 റുപ്പി, അതായത് 300 എന്ന് പറയുന്നത് എന്തായി മാറും, ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓൾഡ് ഷെയർ ക്യാപിറ്റൽ 100 × 10 ആയിരിക്കും 1000. ദെൻ ക്രെഡിറ്റ് ടു ന്യൂ ഷെയർ ക്യാപിറ്റൽ എത്രയാകും, 100 × 7 700. ആൻഡ് ബാക്കി വരുന്ന ബാലൻസ് എമൗണ്ട് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. ദാറ്റ് ഈസ് 100 × 3 300. ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഫസ്റ്റ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇനി ഇതല്ലാതെ നമുക്ക് ഫേസ് വാല്യൂ ചേഞ്ച് ചെയ്യാതെ വേണമെങ്കിലും ഇതുപോലെ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ഫോർ റെഡ്യൂസിങ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഫേസ് വാല്യൂ, നമുക്ക് ഈ ഒരു ഷെയർ ക്യാപിറ്റലിൽ ചേഞ്ചസ് വരുത്താതെ അല്ലെങ്കിൽ ഫേസ് വാല്യൂവിൽ ചേഞ്ചസ് വരുത്താതെ ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മളുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ട് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ്ലി ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അവിടെ നമ്മൾ ഫേസ് വാല്യൂവിൽ ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യമില്ല. എത്ര പാർട്ടാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത്രയും പാർട്ട് നമുക്ക് ഷെയർ ക്യാപിറ്റലിൽ നിന്ന് ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിൻ്റെ എൻട്രിയാണ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്. എത്ര എമൗണ്ട് ആണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അത്ര എമൗണ്ട് നമ്മൾ എൻ്റർ ചെയ്യാം. ഇനി ഈ ഒരു ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് നമ്മൾ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഈ എമൗണ്ട് നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു, നമ്മളുടെ അക്യുമുലേറ്റഡ് ലോസസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് പേ ഓഫ് ചെയ്യാം. ഓവർ വാല്യൂഡ് അസറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കതിനെ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താണോ അവിടെ ലയബിലിറ്റി വരുന്നത് അതിനെ നമുക്ക് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത് ചെയ്യുന്ന എൻട്രിയാണ് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അക്യുമുലേറ്റഡ് ലോസസ് ടു ഓവർ വാല്യൂഡ് അസെറ്റ് ഓർ ടു എനി അൺറെക്കോർഡഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ ലാസ്റ്റ് വൺ കൊടുത്തിരിക്കുന്ന ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് യൂസ് ചെയ്ത് നമ്മളുടെ ലയബിലിറ്റീസൊക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കാം. എന്നിട്ടും നമ്മളുടെ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ എന്തെങ്കിലും ഒരു എമൗണ്ട് ബാക്കി വരുന്നുണ്ടെങ്കിൽ ആ ഒരു ബാലൻസ് ഫിഗറിനെ നമുക്ക് ക്യാപിറ്റൽ റിസർവ് എന്നുള്ള അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുക. അപ്പം ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ വരുന്ന ബാലൻസ് എമൗണ്ടിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന അക്കൗണ്ടാണ് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ ഇത്രയും നമ്മൾ ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും എമൗണ്ട് ആ ഒരു അക്കൗണ്ടിൽ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഈ ഒരു പറഞ്ഞത് വെച്ച് ഇപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. അസറ്റ് സൈഡിൽ നമുക്ക് ഗുഡ് വിൽ
ഫിക്സ്ഡ് അസറ്റ്സ്, കറണ്ട് അസറ്റ്സ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. ആൻഡ് ലയബിലിറ്റി സൈഡിൽ നമുക്ക് ക്യാപിറ്റൽ എമൗണ്ട് തന്നിട്ടുണ്ട്, ദെൻ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് തന്നിട്ടുണ്ട്, സൺഡ്രി ക്രെഡിറ്റേഴ്സ് എത്ര എന്നുള്ള എമൗണ്ടും തന്നിട്ടുണ്ട്. And it was resolved that equity shares of rupees 10 each can be reduced to rupees 7 each, and 7% preference shares of rupees 100 each can be reduced to 8% preference shares of rupees 75 each. ഇപ്പോൾ എന്താ നമ്മളുടെ പറഞ്ഞിരിക്കുന്നത്? ആക്ച്വലി നമ്മുടെ ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂ 10 റുപ്പി ആണ്. സോ 1 ലാക്കാണ് നമുക്കിപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഉള്ളത്. അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്തുകൊണ്ട്, അതായത് ഇക്വിറ്റി ഷെയർസിൻ്റെ ഫേസ് വാല്യൂ നമ്മൾ 7 റുപ്പീസായിട്ട് കൺവേർട്ട് ചെയ്യാണ്. സോ അവിടെ എന്ത് വരുന്നുണ്ട്? 3 റുപ്പി ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ദെൻ 7% പ്രിഫറൻസ് ഷെയർസിൻ്റെ എക്സിസ്റ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് 8% പ്രിഫറൻസ് ഷെയർസ് ഓഫ് rupees 75 ഈച്ചായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് വാല്യൂ എന്താവുകയാണ്? 100 75ലേക്ക് മാറുകയാണ്. സോ 25 റുപ്പീസ് വെച്ചുകൊണ്ട് ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് ബാക്കി എമൗണ്ട് പോകും. ഇനി ദ നമ്പർ ഓഫ് ഷെയർസ് ഇൻ ഈച്ച് കേസ് ഈസ് ടു റിമെയിൻ ദ സെയിം. ഇനി നമ്പർ ഓഫ് ഷെയർസിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല, ഓൺലി ഫേസ് വാല്യൂ മാത്രമാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. And it was resolved that the amount so available be used for writing off the debit balance of profit and loss account, goodwill account, and with the balance for writing down the fixed assets. ഇനി ഈ ഒരു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് നമ്മൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? നമ്മളുടെ അസറ്റ് സൈഡ് കാണിച്ചിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ്, ദെൻ ഗുഡ്വിൽ അക്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയും, ബാലൻസ് എമൗണ്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫിക്സ്ഡ് അസറ്റ്സ് വരുന്ന എമൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നതിനും യൂസ് ചെയ്യുന്നുണ്ട്. അത് ബാലൻസ് എമൗണ്ട് എത്രയാണോ അത്ര എമൗണ്ട് യൂസ് ചെയ്തുകൊണ്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഗുഡ്വിൽ അക്കൗണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെ വരുന്നതെന്ന് കൂടെ നോക്കുക. ഓക്കെ, അപ്പം ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഓൾഡ് ഷെയർ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് 10 റുപ്പി ഡെബിറ്റ് ചെയ്യാണ്. ആൻഡ് ന്യൂ ഷെയർ ക്യാപിറ്റൽ ഓഫ് ₹7 ഈച്ച്. ആൻഡ് അതിൻ്റെ ബാലൻസ് എമൗണ്ട് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. 30,000 1000 ഷെയർസ് ഉള്ളത് 10,000 ഷെയർസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ 3 റുപ്പീസ് വെച്ചുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദെൻ സെക്കൻഡ് പറഞ്ഞത് പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസാണ്. അവിടെ 7% പ്രിഫറൻസ് ഷെയർസ് ആയിരുന്നു, അതിന് നമ്മൾ 8% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹75 ആയിട്ട് കൺവേർട്ട് ചെയ്തു. അവിടെയും നമ്മൾ ബാലൻസ് വരുന്ന, അതായത് 25 റുപ്പീസ് വെച്ചുകൊണ്ട് 1000 ഷെയർസിനെ നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ റിഡക്ഷനിൽ ടോട്ടൽ 30,000 പ്ലസ് 25,000 55,000 ക്യാപിറ്റൽ റിഡക്ഷനിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ അവർ പറഞ്ഞത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ്. ദെൻ ഗുഡ്വിൽ അക്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. ബാലൻസ് വരുന്ന എമൗണ്ട് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നു? ഫിക്സ്ഡ് അസറ്റ്സ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ബാലൻസ് 4,000 വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫിക്സ്ഡ് അസറ്റ്സ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിലേക്ക് എടുത്തു. ഇനി ബാലൻസ് ആയിട്ട് നമ്മളുടെ ക്യാപിറ്റൽ റിഡക്ഷനിലൊന്നുമില്ല. ആക്ച്വലി ഇവിടെ ഫിക്സ്ഡ് അസറ്റ്സിൽ 1 lakh rupees ഉണ്ടായിരുന്നു, 1,04,000 ഉണ്ട്. അതിൽ 4,000 മാത്രമാണ് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. 1 lakh സ്റ്റിൽ റിമൈനിങ് ഇൻ ദ ഫിക്സ്ഡ് അസറ്റ്. അപ്പോൾ ഇതോടുകൂടെ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ക്ലോസ് ആവുകയാണ്. ഇനി ഇങ്ങനെ ചെയ്തിട്ടും ബാക്കി എന്തെങ്കിലും എമൗണ്ട് വരികയാണെങ്കിൽ അത് നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് കൂടെ മാറ്റണം. അതായത് ക്രെഡിറ്റ് സൈഡ് ഒരു ക്യാപിറ്റൽ റിസർവ് എന്നുള്ളൊരു അക്കൗണ്ട് കൂടെ അഡീഷണലി വരും എന്നുള്ളതാണ് ക്യാപിറ്റൽ റിസർവിൻ്റെ കേസിൽ പറയാനുള്ളത്. നമുക്കത് വരുന്ന ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്തു നോക്കാം. ഇനി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നോക്കാനുള്ളത്, ഫസ്റ്റ് ഇക്വിറ്റി ഷെയർസിൻ്റെ കേസിലാണെന്നെങ്കിൽ ഷെയർ ക്യാപിറ്റൽ നമ്മൾ 2 ഷെയർ ക്യാപിറ്റലാണ് ഇക്വിറ്റി ഷെയർസ്. ഇപ്പോൾ എത്രയായി മാറിയിട്ടുണ്ട്? 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹7 ഈച്ച് ഫുള്ളി പെയ്ഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അത് 100 rupees ആയിരുന്നു.
ആൻഡ് പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ ഓഫ് ₹75 ഈച്ച് ഫുള്ളി പെയ്ഡ് ആണ്. അപ്പം ഷെയർ ക്യാപിറ്റലിൻ്റെത് 1,45,000 ആണെന്ന് കിട്ടി. ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസ് നമുക്ക് കഴിഞ്ഞ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടില്ല, അപ്പം ഈ ഒരു ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ നെക്സ്റ്റ് വരുന്നത് കറണ്ട് ലൈബിലിറ്റീസിൽ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് നമുക്ക് 50,000 വന്നിട്ടുണ്ട്. അതിന് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. അസറ്റ് സൈഡ് നോക്കുന്ന സമയത്ത് ടാഞ്ചിബിൾ അസറ്റ്സ് ആണെങ്കിൽ ഫിക്സഡ് അസറ്റിന് 1,04,000 ഉണ്ടായിരുന്നത് 4,000 നമ്മൾ ഈ ഒരു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് റൈറ്റ് ഓഫ് ചെയ്തു. സോ റിമൈനിങ് ബാലൻസ് എന്ന് പറയുന്നത് 1 lakh മാത്രമായിരിക്കും. പിന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ കേസാണെങ്കിൽ ഗുഡ് വിൽ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഗുഡ് വില്ലിൽ കംപ്ലീറ്റ് എമൗണ്ട് നമ്മൾ ഈ ഒരു എമൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. 25,000 ഉണ്ടായിരുന്നത് 25,000 റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഐറ്റം നമുക്ക് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടതില്ല. അപ്പോൾ ഇത്രയാണ്, ചെറിയ പ്രോബ്ലമാണ്, എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ.